നമസ്കാരം, ഞാൻ ക്രിസ്റ്റിന ചെറിയാൻ. ഇന്ന് ഓഗസ്റ്റ് 18 ഞായർ, ചിങ്ങം 2. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും 100 ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്തു കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൊൽക്കത്തയിൽ പ്രതിഷേധം കനക്കുന്നു. രാത്രി വൈകിയും റോഡ് ഉപരോധിച്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ. പിടിയിലായ പ്രതി സഞ്ജയ് റോയിക്ക് സൈക്കോ അനാലിസിസ് പരിശോധന നടത്താൻ CBI. കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധത്തിന് പിന്തുണ പ്രഖ്യാപിച്ച അധ്യാപകരെ സ്ഥലം മാറ്റിയ ഉത്തരവ് സർക്കാർ പിൻവലിച്ചു. 43 അധ്യാപകരെയാണ് സ്ഥലം മാറ്റിയത്. നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമുയർന്നിരുന്നു. ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ തീരുമാനം നാളെ. നടി രഞ്ജിനിയുടെ ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും. കമ്മിറ്റിക്ക് മൊഴി നൽകിയവർക്ക് റിപ്പോർട്ടിന്റെ പകർപ്പ് ആദ്യം നൽകണമെന്ന് രഞ്ജിനിയുടെ ആവശ്യം. ഹർജി തള്ളുകയാണെങ്കിൽ നാളെ തന്നെ റിപ്പോർട്ട് പുറത്തുവിടുന്ന കാര്യം സർക്കാർ പരിഗണിക്കും. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ഡിവൈഎഫ്ഐയുടെ വിശദീകരണ യോഗം ഇന്ന് വടകരയിൽ. ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പരിപാടി ജില്ലാ സെക്രട്ടറി PC ഷൈജു ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 4 മണിക്കാണ് യോഗം. സംസ്ഥാനത്ത് മഴ കനക്കും. കോട്ടയം, ഇടുക്കി, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മഴയോടൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ദുരിതബാധിതരുടെ പ്രശ്നം ചർച്ച ചെയ്യാൻ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗം നാളെ. വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നതുൾപ്പെടെ ചർച്ച ചെയ്യും. ദുരിതബാധിതരായ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ വയനാടിനായി പ്രത്യേക അദാലത്ത് നടത്താൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ വടകര ബ്രാഞ്ചിലെ സ്വർണ്ണ തട്ടിപ്പ് കേസിൽ നാളെ പ്രത്യേക സംഘം അന്വേഷണം ഏറ്റെടുക്കും. ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP G. ബാലചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുക. ബാങ്ക് ശാഖാ മുൻ മാനേജരും മേട്ടുപാളയം സ്വദേശിയുമായ മധു ജയകുമാർ 26 കിലോ സ്വർണം മോഷ്ടിച്ചെന്നാണ് കേസ്. ഇനി കേരളത്തിലെ പ്രധാന വാർത്തകളാണ്. ഇടപ്പള്ളി ടോൾ ജംഗ്ഷനിൽ മെട്രോ തൂണിൽ കാർ ഇടിച്ച അപകടത്തിന് പിന്നാലെ വാഹനത്തിൽ നിന്ന് പുക ഉയർന്നു. കാർ യാത്രികരായ 3 പേർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത മേഖലയിലെ 1,62,543 പേർക്ക് ഭക്ഷണം തയ്യാറാക്കി നൽകി സംസ്ഥാന ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്സ് അസോസിയേഷൻ. ജില്ലാ ഭരണകൂടത്തിന്റെയും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെയും നേതൃത്വത്തിൽ ആരംഭിച്ച കമ്മ്യൂണിറ്റി കിച്ചണിലൂടെയായിരുന്നു ഭക്ഷണ വിതരണം. സംസ്ഥാനത്തെ എല്ലാ സ്വകാര്യ ആശുപത്രി, പാരാമെഡിക്കൽ സ്ഥാപനങ്ങൾക്കും മാർച്ച് 31 വരെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിനുള്ള തീയതി നീട്ടി. സെപ്റ്റംബർ 30 വരെ പിഴയില്ലാതെ രജിസ്ട്രേഷൻ പുതുക്കാം. പാലക്കാട് തൂത്തുക്കുടി പാലരുവി എക്സ്പ്രസിന് ചങ്ങനാശ്ശേരിയിൽ കൊടിക്കുന്നിൽ സുരേഷ് MP നേതൃത്വത്തിൽ സ്വീകരണം നൽകി. പാലരുവി എക്സ്പ്രസിലെ ലോക്കോ പൈലറ്റുമാരെ കൊടിക്കുന്നിൽ സുരേഷ് MP ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ നഷ്ടപ്പെട്ട വാഹനങ്ങളുടെ വിവരം ശേഖരിക്കാനൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പ്. പൂർണ്ണമായി നഷ്ടപ്പെട്ട വാഹനങ്ങൾ, ഉപയോഗയോഗ്യമല്ലാത്ത വാഹനങ്ങൾ എന്നിവയുടെ വിവരങ്ങളാണ് ശേഖരിക്കുക. വാഹന രജിസ്ട്രേഷൻ നമ്പർ, ഉടമസ്ഥന്റെ പേര് എന്നിവ അറിയുന്നവർ കൽപ്പറ്റ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ അറിയിക്കാൻ നിർദ്ദേശം. രാമനാട്ടുകര നിസരി ജംഗ്ഷനിൽ 6 പാതയ്ക്ക് കുറുകെ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് രാമനാട്ടുകര നിസരി അണ്ടർപാസ് ജനകീയ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ധർണ സംഘടിപ്പിച്ചു. രാമനാട്ടുകര ബൈപ്പാസിൽ നടന്ന ധർണ രാമനാട്ടുകര മുനിസിപ്പൽ ചെയർപേഴ്സൺ ബുഷ്ര റഫീഖ് ഉദ്ഘാടനം ചെയ്തു. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് നടക്കുന്ന 1008 നാളികേരത്തിന്റെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിനുള്ള ദ്രവ്യങ്ങൾ പ്രത്യേക കൗണ്ടറിൽ സ്വീകരിച്ചു തുടങ്ങി. സെപ്റ്റംബർ 6, 7 തീയതികളിലാണ് ആഘോഷം. കൗണ്ടറിന്റെ ഉദ്ഘാടനം സ്വാഗത സംഘം പ്രസിഡന്റ് വിനായക S. അജിത് കുമാർ നിർവഹിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ബാധിക്കപ്പെട്ട ഹാരിസൺ മലയാളം എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്കും കുടുംബത്തിനും സഹായവുമായി കമ്പനി. മരിച്ച തൊഴിലാളികളുടെ കുടുംബാംഗങ്ങൾക്ക് 1 ലക്ഷം രൂപയിൽ കുറയാത്ത ധനസഹായം കൈമാറും. വീട് നഷ്ടപ്പെട്ട 127 കുടുംബങ്ങൾക്ക് കമ്പനി താമസ സൗകര്യമൊരുക്കും. മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് 3 വർഷത്തേക്ക് കമ്പനിയുടെ ആശുപത്രിയിൽ ചികിത്സ ഉറപ്പാക്കും. ദുരന്ത മേഖലയിൽ കഴിയുന്നവർക്ക് തൊഴിലവസരങ്ങൾ നൽകുമെന്നും കമ്പനി. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് ഓണം ഖാദിമേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ വൈകിട്ട് 5 മണിക്ക് അയ്യങ്കാളി ഹാളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അധ്യക്ഷനാകും. KSFE ചെയർമാൻ K. വരദരാജൻ, ഖാദി ബോർഡ് വൈസ് ചെയർമാൻ P. ജയരാജൻ എന്നിവർ പങ്കെടുക്കും.
കർഷകർക്ക് ആവശ്യമായ മുഴുവൻ വിവരങ്ങളും ഇനി വിരൽത്തുമ്പിൽ. കതിർ ആപ്പുമായി സംസ്ഥാന കൃഷി വകുപ്പ്. കാലാവസ്ഥാ വിവരങ്ങൾ ലഭ്യമാക്കുക, സർക്കാർ ആനുകൂല്യങ്ങളും പദ്ധതികളും കർഷകരിലേക്ക് എത്തിക്കുക എന്നിവയാണ് ആപ്പിന്റെ ലക്ഷ്യം. എഴുത്തുകാരി പ്രീതി ചിറ്റടിമേലിന്റെ കഥാസമാഹാരം ആവർത്തനം പ്രകാശനം ചെയ്തു. അവതാരകയും നടിയും എഴുത്തുകാരിയുമായ അശ്വതി ശ്രീകാന്താണ് പുസ്തകം പ്രകാശനം ചെയ്തത്. കറന്റ് ബുക്സ് ആണ് കഥാസമാഹാരത്തിന്റെ പ്രസാധകർ. കോട്ടയം ജില്ലയിൽ ഖനനത്തിന് നിരോധനം. മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടറുടെ നടപടി. ഈരാറ്റുപേട്ട വാഗമൺ റോഡിലെ രാത്രികാല യാത്രയ്ക്കും നിരോധനം. നിയന്ത്രണം ഈ മാസം 21 വരെ. കോഴിക്കോട് പോക്സോ കേസിൽ പ്രതിപിടിയിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായത് മാങ്കാവ് സ്വദേശി ഫാസിൽ. സമാന കേസിൽ അറസ്റ്റിലായ പ്രതി ജാമ്യത്തിലിറങ്ങിയാണ് വീണ്ടും കൃത്യം ചെയ്തത്. 5 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച തൃശൂരിലെ പ്രമുഖ വ്യവസായി എടത്താടൻ ഷാജന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം കേന്ദ്ര ഏജൻസി നടത്തണമെന്നും ആവശ്യപ്പെട്ട മകൻ അനന്തകൃഷ്ണൻ ഹൈക്കോടതിയിൽ. തന്റെ അമ്മയും കുടുംബക്കാരും പിതാവിന്റെ ബിസിനസ് പങ്കാളികളും ചേർന്നാണ് ഷാജനെ കൊലപ്പെടുത്തിയതെന്ന ആരോപണം. ഹൈക്കോടതിയിൽ കേസ് കൊടുത്തതിനു ശേഷം തനിക്കും സുഹൃത്തുക്കൾക്കും വധഭീഷണിയുണ്ടെന്നും താൻ ഏത് നിമിഷവും കൊല്ലപ്പെട്ടേക്കാമെന്നും അനന്തകൃഷ്ണൻ 24നോട്. തൃശൂർ അരിമ്പൂരിലെയും സമീപ പഞ്ചായത്തുകളിലെയും കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം നൽകാനായി രൂപീകരിച്ച ഔട്ട്ലാൻഡേഴ്സ് ഫുട്ബോൾ അക്കാദമിയിൽ പരിശീലനത്തിനെത്തുന്ന കുട്ടികൾക്ക് ജേഴ്സി വിതരണം ചെയ്ത് വിതരണോദ്ഘാടനം നിർവഹിച്ച് ഫാദർ റോയ് ജോസഫ് വടക്കൻ. തൃശൂർ അന്തിക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാചനാ സമരം നടത്തി. DCC ജനറൽ സെക്രട്ടറി NS അയൂബ് ഉദ്ഘാടനം ചെയ്തു. നെല്ലിന്റെ സംഭരണ വിലയ്ക്കായി സർക്കാരിന്റെ മുന്നിൽ യാചിക്കേണ്ട അവസ്ഥയിലാണ് അന്തിക്കാട്ടെ കർഷകരെന്ന് വിമർശനം. ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർക്കായി ഡിവൈഎഫ്ഐ നടത്തുന്ന നമ്മൾ വയനാട് ക്യാമ്പയിനിലേക്ക് 1 മാസത്തെ സാലറി നൽകി ശ്രീസുധ മാടമ്പി. ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് V വസീഫിന് തുക കൈമാറി. വെളിനല്ലൂർ കൃഷിഭവനിൽ കർഷക ദിനാചരണവും കർഷകരെ ആദരിക്കലും സംഘടിപ്പിച്ചു. മന്ത്രി J ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. വെളിനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മൻസർ അധ്യക്ഷനായി. എറണാകുളം തൃപ്പൂണിത്തുറയിൽ 2.5 കിലോഗ്രാം കഞ്ചാവുമായി 4 യുവാക്കൾ പിടിയിൽ. അറസ്റ്റിലായത് കഞ്ചാവ് വിൽപ്പനയ്ക്കിടെ. പ്രഭാഷകനും എഴുത്തുകാരനുമായ ഡോക്ടർ സുനിൽ P ഇളയിടത്തിന്റെ ഓർമ്മകളും മനുഷ്യരും എന്ന പുസ്തകം മന്ത്രി P രാജീവ് പ്രകാശനം ചെയ്തു. മാധ്യമപ്രവർത്തക KK ഷാഹിന പുസ്തകം ഏറ്റുവാങ്ങി. മുൻ മന്ത്രി S ശർമ്മ, ഡോക്ടർ KV കുഞ്ഞികൃഷ്ണൻ, NM പിയേഴ്സൺ, രാംമോഹൻ പാലിയത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. പാലക്കാട് അട്ടപ്പാടി വട്ടലക്കി ജനവാസ മേഖലയിൽ ഒറ്റയാനിറങ്ങി. പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമെന്ന് നാട്ടുകാർ. കാട്ടാനശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന് ആവശ്യം. പെൻഷൻ ഫണ്ട് തട്ടിപ്പ് വിവാദത്തിന് പിന്നാലെ LDF കൊണ്ടുവന്ന കോട്ടയം നഗരസഭയിലെ അവിശ്വാസം ഈ മാസം 29-ന്. നഗരസഭാ ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ എന്നിവർക്കെതിരായാണ് അവിശ്വാസം കൊണ്ടുവന്നത്. മലപ്പുറം മേൽമുറിയിൽ രേഖകളില്ലാത്ത പണവുമായി ഒരാൾ അറസ്റ്റിൽ. പിടിയിലായത് മേൽമുറി സ്വദേശി മുജീബ് റഹ്മാൻ. 10 ലക്ഷത്തിലധികം രൂപ ഇയാളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. കണ്ണൂർ പുളിങ്ങോം ചൂണ്ടയിലെ ഫോട്ടോഗ്രാഫറും നാടക കലാകാരനുമായ പ്രതീഷ് ചൂണ്ട അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ സെക്രട്ടറിയും വ്യാപാരി വ്യവസായി സമിതി യൂത്ത് വിംഗ് ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റുമാണ്. സംസ്കാരം ഇന്ന് രാവിലെ 11 മണിക്ക് കോലുവള്ളി മോക്ഷതീരത്ത് നടക്കും. മാഹിയിൽ നിന്ന് വിൽപ്പനയ്ക്കെത്തിച്ച വിദേശ മദ്യവുമായി മധ്യവയസ്കൻ കോഴിക്കോട് പിടിയിൽ. അറസ്റ്റിലായത് പുറമേരി സ്വദേശി പവിത്രൻ. പ്രതിയിൽ നിന്ന് 15 കുപ്പി മദ്യം പിടികൂടി. കോഴിക്കോട് കൂരാച്ചുണ്ട് കർഷകൻ കാട്ടുപോത്ത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് പ്രതിഷേധിച്ച കർഷകർക്കെതിരെ കേസെടുത്ത നടപടിയിൽ പ്രതിഷേധം ശക്തം. യൂത്ത് കോൺഗ്രസ് കൂരാച്ചുണ്ട് മണ്ഡലം കമ്മിറ്റി ഭിക്ഷാടന സമരം സംഘടിപ്പിച്ചു. ഭിക്ഷാടനത്തിന്റെ ഭാഗമായി ലഭിച്ച നാണയത്തുട്ടുകൾ വനം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്ക് മണി ഓർഡറായി അയക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ. പ്രധാന അറിയിപ്പുകൾ. കേരള തീരദേശ പരിപാലന അതോറിറ്റിയിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ടൈപ്പിസ്റ്റ്, ഓഫീസ് അറ്റൻഡന്റ് തസ്തികകളിൽ കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 29. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ കർഷക തൊഴിലാളികളുടെ മക്കൾക്ക് 2023-24 അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ ധനസഹായത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 21. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ ഫിസിയോതെറാപ്പി ട്രെയിനിംഗ് പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം ഈ മാസം 23-ന്. വിശദവിവരങ്ങൾ RCCയുടെ വെബ്സൈറ്റിൽ.
കേരള സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ നിലവിലുള്ള പരാതികളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനായി ആലപ്പുഴ ജില്ലയിൽ പരാതി പരിഹാര അദാലത്ത് നടത്തുന്നു. അദാലത്ത് അടുത്ത മാസം 3-നും 4-നുമായി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ജെൻഡർ പാർക്ക് ഹാളിൽ നടക്കും. തിരുവനന്തപുരം ബാർട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിലെ ട്രാൻസ്സ്റ്റേഷണൽ റിസർച്ച് ആൻഡ് പ്രൊഫഷണൽ ലീഡർഷിപ്പ് സെന്ററിൽ പ്രോജക്ട് മാനേജർ തസ്തികയിൽ കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 27. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ പാലക്കാട് സിറ്റിംഗ് നാളെ രാവിലെ 11 മണി മുതൽ ജില്ലാ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് സിറ്റിംഗ്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ബിരുദാനന്തര PG ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മാസം 31. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ ദുരന്ത നിവാരണത്തിൽ ദ്വിവത്സര MPA കോഴ്സിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് മാസം 22 വരെ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ. കോഴിക്കോട് വടകര മോഡൽ പോളിടെക്നിക് കോളേജിൽ അധ്യാപക ഒഴിവ്. കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഫിസിക്സ് വിഷയങ്ങളിലാണ് ഒഴിവ്. അഭിമുഖം നാളെ. ആശുപത്രികളിൽ സ്ത്രീ സുരക്ഷയ്ക്ക് നടപടിയുമായി പശ്ചിമബംഗാൾ സർക്കാർ. വനിതാ ഡോക്ടറുടെ ജോലി സമയം 12 മണിക്കൂറായി നിജപ്പെടുത്തി. രാത്രി ഡ്യൂട്ടി പരമാവധി ഒഴിവാക്കും. സ്ത്രീകൾക്ക് ശുചിമുറിയുള്ള പ്രത്യേക വിശ്രമ മുറി സജ്ജമാക്കും. രാത്രിയിൽ വനിതാ വോളണ്ടിയർമാരെ നിയമിക്കാനും തീരുമാനം. ചെന്നൈയിൽ പുതുതായി നിർമ്മിച്ച ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ അത്യാധുനിക മാരിടൈം റെസ്ക്യൂ കോർഡിനേഷൻ സെന്റർ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ചെന്നൈയിലെ റീജിയണൽ മറൈൻ പൊല്യൂഷൻ റെസ്പോൺസ് സെന്റർ, പുതുച്ചേരിയിലെ കോസ്റ്റ് ഗാർഡ് എയർ എൻക്ലേവ് എന്നിവയുടെ ഉദ്ഘാടനവും നടക്കും. രാജസ്ഥാനിലെ രൺതംബോർ ദേശീയോദ്യാനത്തിലെ നിരോധിത മേഖലയിൽ അനധികൃതമായി പ്രവേശിച്ച 19 കാറുകൾ പിടികൂടി. രാജസ്ഥാൻ, ഹരിയാന, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വാഹനങ്ങളാണ് പിടിച്ചെടുത്തത്. ആന്ധ്രാപ്രദേശിലെ അന്നമയ്യയിൽ വീടിനുള്ളിൽ സ്ത്രീയെയും 2 കുട്ടികളെയും വെന്തു മരിച്ച നിലയിൽ കണ്ടെത്തി. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് മരണമെന്ന് പ്രാഥമിക നിഗമനം. മരിച്ച കുട്ടികൾ 5ഉം 9ഉം വയസ്സുള്ളവർ. മധ്യപ്രദേശിൽ റവന്യൂ ഉദ്യോഗസ്ഥനെ വാഹനം ഇടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. പിന്നിൽ മണൽ മാഫിയയെന്ന് പോലീസ്. പ്രതികൾക്കായി വ്യാപക തെരച്ചിൽ. പഞ്ചാബിൽ ഹിമാചൽ MLAയുടെ കാർ ആക്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. വെള്ളിയാഴ്ചയായിരുന്നു സംഭവം. കാറിന്റെ ഗ്ലാസ് പൈപ്പ് ഉപയോഗിച്ച് തകർക്കുകയായിരുന്നു. ഒഡീഷയിൽ മഴ കനത്തേക്കുമെന്ന മുന്നറിയിപ്പ്. ഈ മാസം 20 വരെ മഴ തുടരും. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. വെള്ളപ്പൊക്ക സാധ്യതാ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചു. നവി മുംബൈയിൽ ഷോപ്പിംഗ് മാളിന് ബോംബ് ഭീഷണി. ഇമെയിൽ വഴിയാണ് ഭീഷണി. മാളിൽ പോലീസ് പരിശോധന നടത്തിയെങ്കിലും സംശയാസ്പദമായി ഒന്നും കണ്ടെത്തിയില്ല. രാജസ്ഥാൻ ഭീംലത്ത് വെള്ളച്ചാട്ടത്തിൽ വീണ ഒരാളെ കാണാതായി. പോലീസ് എത്തി പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. നമോ ഭാരത് ട്രെയിനുകളിലെ യാത്രക്കാർക്ക് ഇനി പവർ ബാങ്ക് വാടകയ്ക്കെടുക്കാം. പുതിയ സംവിധാനവുമായി NCRTC. ആദ്യ സേവനം സാഹിദാബാദ് ജില്ലയിൽ തുടങ്ങി. മറ്റ് രാജ്യങ്ങളിൽ എംപോക്സ് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിൽ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. രാജ്യത്ത് നിലവിൽ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പോക്സോ കേസ് പ്രതി പോലീസിനെ വെട്ടിച്ചു കടന്നുകളയാൻ ശ്രമിച്ചു. സംഭവം ഉത്തർപ്രദേശ് മീററ്റിൽ. പോലീസ് പ്രതിയെ വെടിയുതിർത്ത് പിടികൂടി. രാജ്യാന്തര വാർത്തകൾ. ഗസയിൽ 25 വർഷത്തിന് ശേഷം ആദ്യത്തെ പോളിയോ കേസ് റിപ്പോർട്ട് ചെയ്തു. പോളിയോയ്ക്ക് ശാശ്വത പരിഹാരം സമാധാനമെന്ന് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ്. ഗസയിൽ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 40,074 ഉയർന്നു. പരിക്കേറ്റവരുടെ എണ്ണം 92,537 ഉയർന്നതായി ഗസ ആരോഗ്യ മന്ത്രാലയം. വരൾച്ചയിൽ വലഞ്ഞ ആഫ്രിക്ക മേഖലയിൽ 68 ദശലക്ഷം ആളുകൾക്ക് സഹായം ആവശ്യമെന്ന് സതേൺ ആഫ്രിക്കൻ ഡെവലപ്മെന്റ് കമ്മ്യൂണിറ്റി. ഭക്ഷ്യസുരക്ഷ ഉൾപ്പെടെയുള്ള പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി SADCയുടെ രാഷ്ട്രതലവന്മാർ ഹരാരെയിൽ ചേർന്ന യോഗത്തിലാണ് പരാമർശം. ഏണസ്റ്റോ ചുഴലിക്കാറ്റ് ബർമുഡയിൽ കരതൊട്ടു. ശക്തമായ കാറ്റിൽ വൈദ്യുതി ബന്ധം തകരാറിലായി. ജാഗ്രതാ നിർദ്ദേശവുമായി അധികൃതർ. ലണ്ടനിലെ ചരിത്രപ്രസിദ്ധമായ സോമർസെറ്റ് ഹൌസ് കൾച്ചറൽ സെന്ററിൽ തീപിടുത്തം. അഗ്നിരക്ഷാസേന എത്തി തീയണച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. അടുത്ത മാസം അമേരിക്ക സന്ദർശിക്കാനൊരുങ്ങി ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിഡ UN ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കും. US പ്രസിഡന്റ് ജോ ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തും.
തെക്കൻ ലെബനനിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രയേൽ 10 പേർ കൊല്ലപ്പെട്ടു, 5 പേർക്ക് പരിക്ക്. ആക്രമണം ആയുധ സംഭരണശാല ലക്ഷ്യമാക്കിയെന്ന് ഇസ്രയേൽ സൈന്യം. ലോകത്തിലെ ഏറ്റവും മനോഹര ലൈബ്രറികളുടെ പട്ടികയിൽ ഇടം നേടി ഖത്തർ നാഷണൽ ലൈബ്രറി. ഖത്തർ സംസ്കാരവും പൈതൃകവും ഒത്തുചേർന്ന നിർമ്മിതിയാണ് ഈ ലൈബ്രറിയുടേത്. വേനൽ അവധിക്ക് ശേഷം സൗദിയിലെ സ്കൂളുകൾ ഇന്ന് തുറക്കും. ഇന്ത്യൻ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് സെപ്റ്റംബർ 1 ക്ലാസുകൾ തുടങ്ങുക. ഒമാനിൽ നാളെ മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടി മഴ ലഭിക്കും. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്താൻ കുവൈത്തിൽ പുതിയ റഡാർ സംവിധാനം. വിവിധ റോഡുകളിലും എക്സ്പ്രസ് വേകളിലും പുതിയ പട്രോളിംഗ് സംവിധാനത്തിന്റെ ഫീൽഡ് ടെസ്റ്റ് നടന്നു. കുവൈത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പവർ കട്ട് പ്രഖ്യാപിച്ച കുവൈത്ത് വൈദ്യുതി മന്ത്രാലയം ദാലി, വഫ്ര, അൽറായി, സുലൈബിയ, അംഖറ, സുബാൻ തുടങ്ങിയ മേഖലകളിലാണ് നിയന്ത്രണം. താപനില ഉയരുന്ന സാഹചര്യത്തിൽ രാജ്യത്ത് വൈദ്യുതി ലഭ്യത ഉറപ്പാക്കാനാണ് നടപടി. ബിസിനസ് വാർത്തകൾ. 320 വോട്ടിന്റെ സൂപ്പർസോണിക് മൊബൈൽ ഫാസ്റ്റ് ചാർജിംഗ് സാങ്കേതികവിദ്യ അവതരിപ്പിച്ച ചൈനീസ് കമ്പനിയായ റിയൽമി 4 മിനിറ്റിൽ മൊബൈൽ ഫുൾ ചാർജ് ആകും. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സ്മാർട്ട് ഫോൺ ചാർജർ എന്ന് കമ്പനി. ഗ്രൂപ്പ് ഓർഡർ ഫീച്ചർ അവതരിപ്പിച്ച ഫുഡ് ഡെലിവറി കമ്പനിയായ സ്വിഗ്ഗി. പുതിയ ഫീച്ചറിലൂടെ 40 പേർക്ക് ഒരേ സമയം ഓർഡർ നൽകാനും ഒരു കാർട്ടിലേക്ക് വ്യത്യസ്ത ഇനങ്ങൾ ചേർക്കാനും സാധിക്കും. ഉപയോക്താക്കൾക്ക് QR കോഡോ ലിങ്കോ പങ്കുവച്ചുകൊണ്ട് ഗ്രൂപ്പ് ഓർഡർ ചെയ്യാം. നടപ്പ് സാമ്പത്തിക വർഷം 32 ഇന്ത്യൻ IT കമ്പനികൾ പിരിച്ചുവിടലിലേക്ക് പോകുമെന്ന റിപ്പോർട്ട്. 8000 പേർക്ക് ജോലി നഷ്ടപ്പെടുമെന്ന് നൌകരി ജോബ്സ് പീക്ക് റിപ്പോർട്ട്. കമ്പനികളുടെ നീക്കം ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി. ഇന്ത്യയിൽ ആഡംബര കാർ വിൽപ്പന കുതിച്ചുയർന്നു. പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ച ലംബോർഗിനിയും ഫെരാറിയും ഈ വർഷത്തെ വിൽപ്പന 1300 യൂണിറ്റായി ഉയർന്നു. കായിക വാർത്തകൾ. സൗദി സൂപ്പർ കപ്പ് കിരീടം അൽ ഹിലാലിന്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നസറിനെ തോൽപ്പിച്ചു. അൽ ഹിലാലിന്റെ ജയം 1-4 ഗോളിന്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്ന് മാഞ്ചസ്റ്റർ സിറ്റി ചെൽസി സൂപ്പർ പോരാട്ടം. രാത്രി 9 ചെൽസിയുടെ തട്ടകത്തിലാണ് മത്സരം. സ്പാനിഷ് ലീഗ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡിന് ഇന്ന് ആദ്യ മത്സരം. രാത്രി 1 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ മയോർക്കയാണ് എതിരാളികൾ. കിലിയൻ എംബാപ്പയുടെ ലാലിഗ അരങ്ങേറ്റ മത്സരം കൂടിയാണിത്. മുൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരം ഫിൽ ജോൺസ് പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. 32-ാം വയസ്സിലാണ് വിരമിക്കൽ പ്രഖ്യാപനം. പരിശീലകന്റെ റോളിലേക്ക് തിരിയുമെന്ന് ഫിൽ ജോൺസിന്റെ പ്രഖ്യാപനം. ഡ്യൂറന്റ് കപ്പ് ക്വാർട്ടർ ഫൈനൽ ലൈനപ്പായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ ചിരവൈരികളായ ബംഗളൂരു FC. ഈ മാസം 23-നാണ് മത്സരം. മോഹൻലാൽ സംവിധായകനായി അരങ്ങേറ്റം കുറിക്കുന്ന ബറോസിന്റെ റിലീസ് ഡേറ്റ് പുറത്ത്. ചിത്രം ഒക്ടോബർ 3 തിയേറ്ററിലെത്തും. ക്യാമറയ്ക്ക് മുന്നിലേക്ക് വീണ്ടും സുരേഷ് ഗോപി. ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ നിർമ്മാണം ശ്രീഗോകുലം മൂവീസ്. കേന്ദ്രമന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം സുരേഷ് ഗോപി ആദ്യമായി അഭിനയിക്കുന്ന ചിത്രം കൂടിയാണിത്. ചിത്രത്തിന്റെ കാസ്റ്റിംഗ് കോൾ പങ്കുവച്ചു താരം. തെന്നിന്ത്യൻ താരം പ്രഭാസിന്റെ പുതിയ ചിത്രത്തിൽ മിഥുൻ ചക്രവർത്തിയും ജയപ്രദയും അഭിനയിക്കും. പുതിയ സിനിമയുടെ ചിത്രീകരണം ഹൈദരാബാദിൽ ആരംഭിച്ചു. ഫാക്ട് ചെക്ക്. ബംഗ്ലാദേശ് സർക്കാർ വിരുദ്ധ കലാപത്തിന്റേതെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഒരു യുവതി പ്രസംഗിക്കുന്നതിനിടെ കരയുന്ന വീഡിയോ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇത് ബംഗ്ലാദേശ് കലാപവുമായി ബന്ധപ്പെട്ടതല്ല. വിദ്യാർത്ഥി സമരത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് തെറ്റായ രീതിയിൽ പ്രചരിക്കുന്നത്. ലേറ്റസ്റ്റ് ന്യൂസ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കാണാതായവരുടെ കരട് പട്ടിക പുതുക്കി. ഇനി കണ്ടെത്താനുള്ളത് 119 പേരെ എന്ന ഔദ്യോഗിക കണക്ക്. 9 പേരുടെ DNA പരിശോധനാ ഫലം ലഭിച്ചതോടെയാണ് പട്ടിക പുതുക്കിയത്. ക്രൊയേഷ്യയിൽ കാട്ടുതീ വ്യാപനം രൂക്ഷം. ഏക്കർ കണക്കിന് വനഭൂമി കത്തിനശിച്ചു. തീയണയ്ക്കാനുള്ള തീവ്രശ്രമത്തിൽ അഗ്നിരക്ഷാസേന. റഷ്യയിലെ കാംചത്ക പെനിൻസുലയുടെ തീരത്ത് ഭൂചലനം. 7 തീവ്രത രേഖപ്പെടുത്തി. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. വടക്കു പടിഞ്ഞാറൻ ചൈനയിൽ കനത്ത മഴ. താഴ്ന്ന പ്രദേശങ്ങളിൽ റോഡുകളിൽ വെള്ളക്കെട്ട്. വരും ദിവസങ്ങളിലും മഴ തുടരാൻ സാധ്യത.
പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ സ്ഫോടനം, 3 പേർക്ക് പരിക്ക്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല.